കൊല്ലം കടക്കലിൽ CPM കോൺഗ്രസ് സംഘർഷം. CPM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുവിനെ കുത്തേറ്റു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുണിന് തലയ്ക്ക് പരിക്കേറ്റു. 5 കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമായിരുന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പരുത്തി സ്കൂളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ചിതറ ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു കടക്കൽ ടൗണിലൂടെ ഒരു പ്രതിഷേധ മാർച്ച്. CPMന്റെ ശക്തി കേന്ദ്രമായ സ്ഥലങ്ങളിലൊന്നാണ് കടക്കൽ. അതുവഴി ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാർച്ച് പോകുന്ന സമയത്ത് ചില വശങ്ങളിൽ നിന്ന് ചില സംസാരങ്ങൾ ഉണ്ടാവുകയും ഇതിന് പിന്നാലെയാണ് വളരെ പൊടുന്നനെ തന്നെ ഒരു സംഘർഷം ഉണ്ടായത്. പോലീസുകാരുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറമായിരുന്നു ആ പ്രവർത്തകരുടെ ഒരു ബാഹുല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ആ സംഘർഷത്തിലാണ് മേഖലാ പ്രസിഡന്റായിട്ടുള്ള അരുണിന് തലയ്ക്ക് പരിക്കേറ്റ്. മാത്രമല്ല CPM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടുള്ള വിധുവിന് കുത്തേറ്റിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെ എല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമൊന്നുമല്ല. തിരികെ കോൺഗ്രസ് ആരോപിക്കുന്ന ഇതാണ്, ഇത്തരത്തിൽ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്ന സമയത്ത് ആ കടക്കലുണ്ടായിരുന്ന DYFI പ്രവർത്തകർ ചേർന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ കടയടിച്ച് തകർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നും 5-ലധികം കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ സംവിധാനം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. SP യുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ അവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുമുണ്ട്. സച്ചിൻ.